ഇപ്പം എന്താ സംഭവിച്ചെന്ന് പറയാം. അതിനു മുന്നേ ദിസ് ഈസ് മൈ സ്റ്റുഡിയോ, മൈ വർക്ക് പ്ലേസ്. എൻ്റെ ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലാണ് നമ്മൾ ഈ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും കുറച്ച് വാം ലൈറ്റ്സ് എല്ലാം തൂക്കി ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ ലൈറ്റ്സ് എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇതൊരു സ്റ്റുഡിയോ മേക്ക് ഓവർ വീഡിയോ അല്ല കേട്ടോ, സ്റ്റുഡിയോ റീഅറേഞ്ച് വീഡിയോ. സോ നമ്മൾ മുന്നേ ചെയ്തിരുന്ന ലൈറ്റിംഗ് രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുക, അത്രമാത്രം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു സ്റ്റുഡിയോ മേക്ക് ഓവർ വീഡിയോ നമ്മുടെ പ്ലാനിങ്ങിലുണ്ട്, അധികം വൈകാതെ സെറ്റാക്കാം. ഇതിപ്പോൾ നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് ഡാൻസ് റീൽസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു കോർണറിൽ ലൈറ്റ് തീരില്ലാത്ത പോലെ തോന്നും. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റീഅറേഞ്ചിങ്. പിന്നെ നമ്മുടെ ചെറിയ ഹാപ്പിനെസ്സിന് പോലും നമ്മുടെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ നമ്മുടെ ഫാമിലി ഉള്ളപ്പോൾ അതിലും വലിയ ധൈര്യം നമുക്ക് വേറെ എന്താ വേണ്ടത്. അങ്ങനെ ലൈറ്റ്സിൻ്റെ എല്ലാം റീഅറേഞ്ചിങ് കഴിഞ്ഞ് സ്വിച്ച് ഓൺ ചെയ്തപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അത് സംഭവിച്ചത്. എന്തിനാ ഇപ്പോൾ പടക്കം പൊട്ടിച്ച് എന്ന എക്സ്പ്രഷൻ ആയിരുന്നു ആഞ്ചലീനയുടെ ഫേസിൽ. സ്വിച്ച് ഓൺ ചെയ്തതും പ്ലഗും കത്തിപ്പോയി. എന്താ പറ്റിയെന്ന് അറിയില്ല, പക്ഷേ നമ്മളത് റീഅറേഞ്ച് ചെയ്ത് സെറ്റാക്കി. ദെൻ ലൈറ്റ്സ് ഓൺ. സംഭവം എങ്ങനെയുണ്ട്? പെട്ടെന്ന് കാണുമ്പോൾ വലിയ വ്യത്യാസം ഒന്നുമില്ലെങ്കിലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ലൈറ്റ് നീളത്തിലിട്ടു, ഇപ്പോൾ വട്ടത്തിലിട്ടു, അത്ര തന്നെ. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം ലൈറ്റ്സിൻ്റെ റീഅറേഞ്ചിങ് ആയിരുന്നു. അതെന്തായാലും നടന്നു. നമ്മൾ ഭയങ്കര ഹാപ്പി. ശരിക്കുള്ള മേക്ക് ഓവർ വീഡിയോ വഴിയേ വരാം കേട്ടോ. അപ്പോൾ ബൈ.